അതായത് നമ്മൾ സോഷ്യോളജിക്കലി നോക്കുകയാണെങ്കിൽ നായർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വളരെയധികം ആക്റ്റീവായിരുന്നു. പൊളിറ്റിക്സിൽ ആക്റ്റീവില്ല ആരും. അത് കഴിഞ്ഞ് പൊളിറ്റിക്സിൽ ആക്റ്റീവായിട്ട് നിങ്ങൾ മനസ്സിലായിക്കോണം, ഈ കഷ്ടതകളും പ്രശ്നമൊക്കെ ഈ RSS എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈഴവരല്ല, ഈ അപ്പർ കാസ്റ്റ് നായേഴ്സാണ്. അവിടെ ഇവിടെയൊക്കെ ഈഴവരെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് എന്നല്ലാതെ. അതുപോലെ തന്നെ ബി ജെ പിക്കകത്തും അവരുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ബേസ് എന്ന് പറയുന്നത് നായർ കമ്മ്യൂണിറ്റിയാണ്. അവര് ഒരു ഇത്ര എടുക്കും, ഒരാളെ പേരിന് അവിടെ വെക്കും, കാരണം സുരേന്ദ്രനെ പോലും പേരിന് അവിടെ വെക്കും. എന്നിട്ട് ആ സുരേന്ദ്രനെ ചാടി പുറത്താക്കാൻ പോലും ഇവർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഞാനിത് വെൽ റിസർച്ച് സ്റ്റഡീഡ് മെറ്റീരിയലായിട്ട്. ഇപ്പൊ കേരളത്തിലെ നമ്മൾ നായേഴ്സിന്റെ കണക്കെടുക്കുവാണെങ്കിൽ കേരളത്തിന് പുറത്തു പോയ നായേഴ്സുണ്ട്, പല ആൾക്കാരുമുണ്ട്. ജോലിയായിട്ടും ബിസിനസ്സായിട്ടും മറ്റു പല രീതിയിലും പോയിട്ടുണ്ട്. ഇതിനകത്ത് അവിടെയും പോയിട്ട് ഇവർക്ക് പല രീതിയിൽ റിസർവേഷനൊന്നും ഇല്ലാതെ ഇവർക്ക് കോമ്പറ്റ് ചെയ്യാൻ പലയിടത്തും പറ്റുന്നില്ല. പണ്ട് ഇവർ നല്ലപോലെ കോമ്പറ്റീഷനും സിവിൽ സർവീസിലും ഒക്കെ വളരെയധികം, ഗവൺമെൻറ് ജോബിലൊക്കെ വളരെയധികം ഇവർ കയറിക്കൊണ്ടിരുന്നു. ഇന്നിവർക്ക് മനസ്സിലായ സംഭവം, ഇപ്പം 100 പേരുടെ മെറിറ്റ് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഈ അപ്പർ കാസ്റ്റിൻ്റെ ഇതുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.